Hi friends, welcome to my YouTube channel. ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമൻസിനുള്ളൊരു ആൻസറുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മെയിൻലി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പാത്വേയുടെ കുറച്ച് കൺസേൺസ് കുറേ നേഴ്സുമാർ എന്നോട് പങ്കുവച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GNM നേഴ്സസിന് ഈ പാത്വേ വഴി ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പം ന്യൂസിലാൻഡിൽ ഉള്ള കറണ്ട് ജോബ് സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ള ഓപ്പണിങ്സ്, ഇപ്പോൾ വന്നേക്കുന്ന കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ, നേഴ്സസിൻ്റെ കുറച്ച് വേക്കൻസികളും കൂടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകും. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സസ്, അതായത് RN മാത്രമാണോ ഈ പാത്വേ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അവരതിൻ്റെ സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സസ് എന്നാണ് പറയുന്നത്, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് എന്നല്ല. ഈ പാത്വേ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് വരാനുള്ളൊരു പാത്വേ അല്ല. UK, അയർലൻഡ്, സിംഗപ്പൂർ, കാനഡ, സ്പെയിൻ, അതങ്ങനെയുള്ള കൺട്രികളിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സസിന് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പാത്വേ ആണിത്. ഈ പറയുന്ന കൺട്രികളിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പാത്വേ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിലാണെങ്കിലും GNM നേഴ്സുമാർ RN ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളൊരു GNM ആണ്, UK രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക്, അതായത് അവർ മെൻഷൻ ചെയ്തേക്കുന്ന ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സസ് ഈ കൺട്രികളിൽ നിന്നുള്ള ഈ 6 കൺട്രികളിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നേഴ്സസ് എന്നാണ് ആ പാത്വേയിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചതാണ് IELTSൻ്റെ. ഓസ്ട്രേലിയ പുതിയ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. അത് ഇഫക്റ്റീവ് ആവുന്നത് 2025 ഏപ്രിൽ മുതലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് അത് വായിച്ച് നോക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർ മെയിനായിട്ട് പറയുന്നത് ഒന്നിൽ ഇംഗ്ലീഷ് പ്രൈമറി ലാംഗ്വേജ് ആയിരിക്കണം. അതേപോലെ തന്നെ RNസിന് ആണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അവർക്കും 5 ഇയർ ഫുൾ ടൈം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിൽ പഠിച്ച ഒരാളായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ടെറിഷറി അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടെറിഷറി അല്ലെങ്കിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കമ്പൈൻ ടെറിഷറി അല്ലെങ്കിൽ സെക്കൻഡറി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ടെറിഷറി എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഉള്ള എഡ്യൂക്കേഷൻ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് കൺട്രിയിൽ നിന്ന്, അതായത് കുറേ റെക്കഗ്നൈസ്ഡ് കൺട്രിയിലെ ലിസ്റ്റും അവർ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെക്കഗ്നൈസ്ഡ് കൺട്രീസിൻ്റെ ലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കുറേ കൺട്രി നെയിമുണ്ട്. ഇത് രണ്ടും അല്ല എങ്കിൽ പിന്നെയുള്ള ക്രൈറ്റീരിയ ആണ് എക്സാം വരുന്നതാണ് IELTS, OET അങ്ങനെയുള്ള കാര്യങ്ങൾ. IELTSന് ഓവറോൾ 7 ആയിരിക്കണം. ലിസണിങ്, റീഡിങ്, സ്പീക്കിങ് ഇതിനെല്ലാം 7ഉം, റൈറ്റിങ്ങിന് 6.5 ആണ്. ഇപ്പൊ സിംഗിൾ സിറ്റിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ 2 സിറ്റിംഗ് ആയിട്ടിരിക്കാം. അത് 12 മന്ത്സിനുള്ളിലുള്ള റിസൾട്ട് ആയിരിക്കണം. ഒരു മൊഡ്യൂളിൽ പോലും 6.5 താഴെ പോകാൻ പാടില്ല. സെയിം തന്നെ OETക്ക് എല്ലാത്തിനും B വേണം. സെയിം റൈറ്റിങ്ങിന് മാത്രം C+, സെയിം തന്നെ സിറ്റിംഗ്. സിംഗിൾ സിറ്റിങ്ങിന് കിട്ടിയില്ലെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ 2 പ്രാവശ്യം നമുക്ക് എഴുതാം. മാക്സിമം എഴുതാൻ പറ്റുന്നത് 2 പ്രാവശ്യമാണ്. ഒരു മൊഡ്യൂളിന് പോലും C+ന് താഴെ പോകാനും പാടില്ല. PT അക്കാദമിക് ആണ് ഓവറോൾ വേണ്ടത്. 66 ആണ് ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, അതേപോലെ റൈറ്റിങ്ങിന് വേണ്ട സ്കോർ 56. പിന്നെ അതിൽ ഒരു സ്കോർ പോലും 56ന് ബിലോയിൽ പോകാനും പാടില്ല. സെയിം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലെ ജോബ് വേക്കൻസീസ് ഇപ്പോൾ ഓരോ പുതിയതായിട്ട് കുറച്ച് ജോബ് വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. RNസിൻ്റെ വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ വേക്കൻസീസ് വരുന്നുണ്ട്. RNസിൻ്റെ വേക്കൻസീസ് മെയിനായിട്ട് ഓപ്പൺ ആയിരിക്കുന്ന മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, ED, ചിൽഡ്രൻസ് വാർഡ്, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ടും ഇപ്പോൾ ഓപ്പൺ ആയേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ HCAയുടെയും വേക്കൻസികൾ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ HCAയുടെ വേക്കൻസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് HCA ആയിട്ട് വിസ കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാനിപ്പോൾ ഈ പറയുന്ന വേക്കൻസികളെല്ലാം ഹോസ്പിറ്റലിൽ ഓപ്പൺ ആയിരിക്കുന്ന വേക്കൻസികളുടെ കാര്യമാണ്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ആർക്കും വിസ കൊടുക്കുന്നില്ല. ഇപ്പം ഇവിടെ ഉള്ള ആളാണെങ്കിൽ പോലും അവർ അങ്ങനെ ഡയറക്റ്റ് വിസ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു വിസ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അവർക്ക് കിട്ടാൻ ഈസിയാന്നല്ല. ഇപ്പോൾ 1-2 വേക്കൻസികളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നോർത്ത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും നമ്മുടെ ലക്ക് ട്രൈ ചെയ്യാം.
അപ്പോൾ HCMമാരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കുറേ പേര് കമൻറ്റ് ഇട്ടു എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.